സാമ്രാജ്യവയലിലെ തളരാത്ത വേലക്കാരായി ഇതാ അനേകം വൈദികർ ക്രിസ്തുവിന്റെ കാരുണ്യത്തിന്റെ മുഖം അനേകർക്ക് പങ്കുവെക്കുന്നു. സുവിശേഷത്തിന്റെ സുഗന്ധം അവർ ലോകമെങ്ങും നിറയ്ക്കുന്നു. ഇത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ ചെങ്കോട്ടയ്ക്കടുത്ത് വടകരൈ എന്ന സ്ഥലത്ത് അൻപു ഇല്ലം എന്ന MCBS സഭയുടെ അഗതി മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ രാജേഷ് വയലുങ്കൽ MCBS. തെരുവുകളിൽ ആരോരുമില്ലാതെ അലഞ്ഞു നടക്കുന്ന മാനസിക രോഗികളായ അനേകം മക്കൾക്ക് ആശ്രയമാകുന്ന ഈ ശുശ്രൂഷയെക്കുറിച്ചും തന്റെ ദൈവവിളിയുടെ ആഴങ്ങളെക്കുറിച്ചും രാജേഷ് അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. രാജേഷ് അച്ഛ, ശാലോം TV-യിലെ ജോഷുവ എന്ന ഈ പ്രോഗ്രാമിൽ അച്ഛനോടൊപ്പമുള്ള ഈ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫാദർ രാജേഷ് വയലുങ്കൽ MCBS, ചങ്ങനാശ്ശേരിക്കാരനായ അച്ഛൻ ഇന്ന് MCBS സഭയിൽ, അത് ഒരുപക്ഷെ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായി 29 വയസ്സുള്ളപ്പോഴാണ് സെമിനാരി ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുകയും MCBS സഭയിൽ മറ്റ് ധാരാളം കോൺഗ്രിഗേഷനെക്കുറിച്ച് പഠിച്ച് ഒടുവിൽ MCBS സഭയിൽ ചെന്നപ്പോൾ കിട്ടിയ ഒരു പ്രത്യേക അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ സഭയിൽ ചേർന്ന് വൈദിക പരിശീലനം പൂർത്തിയാക്കി 2015 ഡിസംബർ മാസത്തിൽ വൈദികനായി 3 വർഷം ആവാൻ പോവുക. തീർച്ചയായിട്ടും വളരെ ഒരുപക്ഷെ ചെറുപ്പത്തിൽ തന്നെ അപ്പച്ചനെ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം, അമ്മച്ചിയുടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, പെങ്ങളെക്കുറിച്ചുള്ള ഉത്തരവാദിത്തങ്ങളും പെങ്ങളുടെ വിവാഹവും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം, ഇത്തരം ധാരാളം ഒരുപക്ഷെ കുറച്ച് കഷ്ടപ്പാട് അല്ലെങ്കിൽ നല്ല കഷ്ടപ്പാട് നിറഞ്ഞ അനുഭവങ്ങളിലൂടെ ദൈവം പരിശീലനങ്ങൾ തന്ന് ഒടുവിൽ അച്ഛൻ ആദ്യ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ ജീസസ് യൂത്ത് പോലെയുള്ള മുന്നേറ്റത്തിൻ്റെ ഭാഗമാകാനും അത്തരത്തിലുള്ള ധാരാളം സ്വാധീനങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിൽ പടിപടിയായിട്ട് ഫോർമേഷൻ, അച്ഛൻ ഉപയോഗിച്ച വാക്ക് ജീസസ് യൂത്തും അച്ഛൻ്റെ നല്ല സുഹൃത്തുക്കളും കുടുംബവും ഒക്കെ അച്ഛൻ്റെ ഈ വൈദിക പരിശീലനമാകുന്ന ആ ഒരു ജീവിതാന്തസ്സിലേക്കുള്ള പടികളാണ് തീർത്തതെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഞാൻ ഇവിടെ വ്യത്യസ്തമായൊരു കാര്യം, കാരണം അച്ഛൻ ആദ്യ എപ്പിസോഡ് മുഴുവൻ വളരെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചൊരു കാര്യം റീച്ച് ഔട്ട്, അതാണ് ദൈവം ജീസസ് യൂത്തിലൂടെയും MCBS-ലൂടെയും എല്ലാം പഠിപ്പിച്ചതെന്നാണ് അച്ഛൻ ആവർത്തിച്ച് പറയുന്നത്. ഒരുപക്ഷെ വളരെ മനോഹരമായ കാര്യം. അച്ഛനെ എനിക്ക് വൈദികനാവുന്നതിന് മുമ്പുള്ള പരിചയത്തിലും എനിക്കറിയാം ജീസസ് യൂത്തിലെ പോലും പാരിഷ് ഔട്ട്റീച്ച് എന്ന് പറയുന്ന ഒരു ഇടവകയിൽ ഇറങ്ങിപ്പോയി വീടുകളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു മിനിസ്ട്രിയുടെ ഭാഗമായിരുന്നു. അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞെടുത്ത് ഏറ്റവും ഒടുവിൽ പറഞ്ഞ തെരുവിൽ അലഞ്ഞു നടക്കുന്ന ആളുകളെ സഹായിക്കുന്ന കാര്യങ്ങൾ, മാനസിക രോഗികളായ സഹോദരങ്ങളെ സഹായിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ സ്വഭാവമുണ്ട്. എന്താണ് അച്ഛാ ഈ റീച്ച് ഔട്ട് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇത്രയും പ്രധാനപ്പെട്ടതാവാൻ കാരണം? ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു നിയമജ്ഞൻ ചോദിച്ചായിരുന്നു, ഏറ്റവും നിത്യജീവൻ സ്വന്തമാക്കാൻ എന്ത് ചെയ്യണമെന്ന് ലൂക്കാസ് വിശേഷത്തിൽ. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഉടനെ ഈശോ തിരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനകൾ ഏതാണ്ട് 2 കൽപ്പനകൾ അവൻ സംഗ്രഹിക്കുന്നുണ്ട്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം സഭ എനിക്ക് തന്ന ഫോർമേഷൻ, നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ സാംശീകരിക്കുന്നത് വ്യത്യസ്ത മതമാനങ്ങളാണ്. വ്യത്യസ്തങ്ങളായ വിധത്തിലാണ് ഓരോരുത്തരിലും ദൈവം തൻ്റെ ദൗത്യം വ്യത്യസ്തമായ വിധത്തിലൂടെ നിർവഹിക്കാനാണ് ദൈവം ഏൽപ്പിക്കുക. അപ്പം എനിക്ക് ഉറപ്പുണ്ട് ഈശോ ദേവാലയത്തിൽ വെച്ച് അധികമാരെയും മാനസാന്തരപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ സൗഖ്യം കൊടുക്കുന്നത് കൂടുതലും അവൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയായിരുന്നു. ലൂക്കാസ് സുവിശേഷമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈശോ നടക്കുക, എല്ലാ സുവിശേഷത്തിലും ഉണ്ട് ഈശോയുടെ നടക്കുക. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കാൻ സാധിക്കുക എന്നാണ്. ഈശോയുടെ സുവിശേഷം പറഞ്ഞുകൊണ്ട്, ഈശോ നിന്നെ സ്നേഹിക്കുന്നു എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട്, അവൻ്റെ സുവിശേഷം സ്പഷ്ടമായി പറഞ്ഞുകൊണ്ട് നടക്കാൻ സാധിക്കുക. അങ്ങനെ നടന്നിറങ്ങുക, മറ്റുള്ളവരിലേക്ക് നടന്നിറങ്ങാൻ സാധിക്കുക. എല്ലാവരിലും വേറെ ഒന്നും പറയേണ്ട, ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷം മാത്രം പറഞ്ഞുകൊണ്ട് നടന്നിറങ്ങാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയെ പറ്റി പറയുന്ന ഏറ്റവും നല്ല വാക്കുകളെന്ന് ഞാൻ കരുതുന്നതാ, അപരന് വേണ്ടി മുറിയപ്പെടുന്ന, നിന്നെ പരിപാലിക്കുന്ന, മുറിയപ്പെടുന്ന ജീവനുള്ള അപ്പം. അപരന് വേണ്ടി മുറിയപ്പെടുന്ന, നിന്നെ പരിപാലിക്കുന്ന, മുറിയപ്പെടുന്ന ജീവനുള്ള അപ്പം. നീ ആർക്കെങ്കിലും വേണ്ടി മുറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു, നീ കുടുംബജീവിതത്തിലാണ് ഭാര്യയ്ക്കും മക്കൾക്ക് വേണ്ടി നീ മുറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്, നിനക്ക് വേണ്ടിയുള്ളതാണ് പരിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം. അതുപോലെ തന്നെ കുടുംബജീവിതം ഒരു കിണറാണെങ്കിൽ ആ കിണറിൽ നിന്ന് ഭാര്യയും മക്കളും എല്ലാം കുടിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും വൈദിക ജീവിതം ഒരു പുഴയാണ്. ആ പുഴയിലൂടെ എല്ലാവരും കുടിക്കണം. തീർച്ചയായിട്ടും എല്ലാവരും
അതിലൂടെ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഇറങ്ങി നടക്കുക തന്നെ ചെയ്യണം. റീച്ച് ഔട്ട്, നിറഞ്ഞ് കവിയുന്ന ദൈവസ്നേഹം പുറത്തേക്ക് ഒഴുകണം. ജീസസ് യൂത്ത് അനുഭവമൊക്കെ എന്നെ പഠിപ്പിച്ച വലിയ കാര്യവും അത്. നമ്മുടെ എന്തിന് റൈജു ചേട്ടൻ തന്നെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, നമ്മൾ മൂട്ടി തീ പിടിക്കണം, മൂട്ടി തീ പിടിച്ചാലേ റോക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ, ഇല്ലേ? അതുപോലെ ദൈവസ്നേഹാഗ്നി കൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ മൂട്ടി തീ പിടിച്ചാൽ അത് മുകളിലേക്ക് മാത്രമേ ഉള്ളൂ. അപ്പം എവിടെയോ ദൈവസ്നേഹത്തിൻ്റെ ഒരു തുള്ളി എൻ്റെ ഉള്ളിൽ വീണപ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അച്ഛാ, ഞാൻ ഇവിടെ ചോദിക്കാൻ ശ്രമിക്കുന്നത്, ഒരു പക്ഷേ ഈ നമ്മുടെ മാർപ്പാപ്പ പോലും, ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ പോലും ഗോ ടു പെരിഫറീസ് അല്ലേ? മാർപ്പാപ്പ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പുറത്തേക്ക് ഇറങ്ങി പോവുക. ഗോ ടു പെരിഫറീസ്, തിരസ്കരിക്കപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് പോവുക, അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലേക്ക് പോവുക. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അച്ഛൻ പറയുന്ന വാക്കുകളുടെ ഗൗരവം എനിക്ക് മനസ്സിലാവും. ഞാൻ ചോദിക്കണം, അതിൻ്റെ ഇടയിൽ അച്ഛൻ ഇപ്പോൾ ജീസസ് യൂത്ത് പോലും എനിക്ക് തന്നത് ഈ ദൈവസ്നേഹത്തിൻ്റെ ഒരു നിറവ് പുറത്തേക്ക് ഒഴുകുന്നൊരു അനുഭവമാണ് എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ അർത്ഥം അച്ഛൻ അത്തരത്തിലൊരു ദൈവസ്നേഹ അനുഭവം ഉണ്ടായതാണ് അച്ഛൻ്റെ ജീവിതത്തിലൊരു മാറ്റം എന്നുള്ളത് തന്നെയാണ് ഞാനിവിടെ ചോദിക്കാൻ ശ്രമിക്കുന്നത്. അച്ഛൻ ചെറുപ്പക്കാരുടെ ഇടയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചതിന് ശേഷം ചെറുപ്പക്കാരനായിരിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രായത്തിൽ, അച്ഛൻ മുമ്പ് സൂചിപ്പിച്ച ആദ്യ എപ്പിസോഡിൽ അച്ഛൻ്റെ പ്രയോഗം അനുസരിച്ച് മൊബൈലൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ഒരു വലിയൊരു ടെക്നോളജി വേൾഡിൽ ഒരു ജീവിക്കുന്ന കാലത്താണ് ഇതെല്ലാം ഉപേക്ഷിച്ചൊരു നിശബ്ദതയിലേക്ക് പോകേണ്ടി വന്നത്. അതിനുശേഷം വൈദികനായി ചെറുപ്പക്കാരായ ആളുകളെ ഇന്ന് സഭയിൽ അവർക്ക് വേണ്ടത് എന്താണ്, അവർക്ക് കൊടുക്കേണ്ടത് എന്താണ്, അവരോട് ഇടപഴകുമ്പോൾ വൈദികരായാലും, തീർച്ചയായിട്ടും വൈദികരുടെ ഒരു കാര്യമാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. വൈദികരായാലും സിസ്റ്റേഴ്സായാലും അൽമായരായാലും ആരായിരുന്നാലും എന്താണ് അവർക്ക് കൊടുക്കേണ്ടത്, എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ആദ്യ പ്രമാണം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ അതാണ് കുരിശിൻ്റെ നേരെ പോകുന്ന ലൈനെങ്കിൽ അടുത്തത് പടരുക, സഹോദരങ്ങളിലേക്ക് പടരുക എന്നതാണ്. പക്ഷെ എങ്ങനെ അവർ അത്ര ബോധത്തിലേക്ക് കൊണ്ടുവരും? അതിനൊറ്റ മാർഗമേ ഉള്ളൂ. സഭ പുറത്തേക്ക് ഇറങ്ങണമെന്നാണല്ലോ ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിക്കുക. സഭ പുറത്തേക്ക് ഇറങ്ങുക, ദൈവസ്നേഹാനുഭവത്തിൽ നിന്നുകൊണ്ട്, കൂട്ടായ്മ അനുഭവത്തിൽ നിന്നുകൊണ്ട് സഭ പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ തീർച്ചയായിട്ടും തൻ്റെ ചുറ്റുമുള്ളവരെ അടുപ്പിച്ചെടുക്കാൻ സഭയ്ക്ക് സാധിക്കും. എന്തിലേക്കാണ് സഭ ചെറുപ്പക്കാരെ കൊണ്ടുവരേണ്ടത്? സഭ കൊണ്ടുവരുന്ന ദൈവസ്നേഹാനുഭവത്തിലേക്കാണല്ലോ കൊണ്ടുവരേണ്ടത്. ആ ദൈവസ്നേഹത്തിൻ്റെ അനുഭവം മറ്റുള്ളവരിലേക്ക്, ആ അനുഭവത്തിൻ്റെ തുള്ളി, പഞ്ചസാര കഴിക്കുന്നവനല്ലേ പഞ്ചസാരയുടെ അനുഭവം അറിയത്തുള്ളൂ. നമ്മൾ കൂടുതലും സഭ വളരെ മനോഹരമായിട്ട് സഭയുടെ ശുശ്രൂഷകളാണല്ലോ ജീസസ് യൂത്ത് സമൂഹവും ഒക്കെ ചെയ്തത്. ഇപ്പം ജീസസ് യൂത്തിൽ യുവജനങ്ങൾ കൂടുതൽ അടുക്കുന്നെങ്കിൽ അതിന് കാരണം ദൈവസ്നേഹത്തിൽ ഊന്നിയുള്ള ധ്യാനങ്ങളിലൂടെ, അല്ലെങ്കിൽ ആദ്യം തേവരയിൽ നടന്ന ധ്യാനത്തിൽ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ കുറച്ച് യുവജനങ്ങളല്ലേ ജീസസ് യൂത്ത് എന്ന പേരിൽ വന്നത്. അപ്പം ദൈവസ്നേഹത്തിന് എംബസൈസ് ചെയ്തുകൊണ്ട് ആ സ്നേഹം അനുഭവിക്കുന്നവരായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ തീർച്ചയായിട്ടും സഭയിൽ നിന്ന് ഒരാടും ആല വിട്ട് വെളിയിൽ പോവുകയില്ല. ദൈവസ്നേഹത്തിൻ്റെ ആ ഒരു മാധുര്യം, ആഴം തിരിച്ചറിയാൻ ചെറുപ്പക്കാരെ സഹായിക്കൽ തന്നെയാണ് സഭ ചെയ്യേണ്ട കാര്യമെന്നാണ് അച്ഛനും പറയാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അത് സഭ തീർച്ചയായിട്ടും വിജയമാണ്. ഫ്രാൻസിസ് പിതാവ് അതിന് കുറെ കൂടെ എംബസൈസ് കൊടുക്കുന്നു. അതാണല്ലോ കാരുണ്യ പ്രവർത്തികളിൽ ചെറിയവരിൽ ഒരുവനിൽ കാണുന്ന ഈശോയെ കാണാതെ നമുക്ക് പരിശുദ്ധ കുർബാന അർപ്പിക്കാനാവില്ല. തിരിച്ചതുപോലെ തന്നെ പരിശുദ്ധ കുർബാന അർപ്പിച്ചാൽ, അതായത് കൂട്ടായ്മ അനുഭവത്തിലായിരുന്നാൽ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലായിരിക്കുന്ന ഒരു വ്യക്തി റീച്ച് ഔട്ട് ചെയ്യാതെ, പുറത്തേക്ക് ഇറങ്ങാതെ, സഹോദരനെ സ്നേഹിക്കാതെ അവന് ജീവിക്കാനാവില്ല. അപ്പോൾ ആ ദൈവസ്നേഹത്തിൻ്റെ ഒഴുകി ഇറങ്ങലാകും അത്. അച്ഛനിപ്പോൾ അൻപു ഇല്ലത്തിലാണ്, ചെങ്കോട്ടയിൽ. എന്താണ് അൻപു ഇല്ലം, എന്താണ് അവിടെ നടക്കുന്ന ശുശ്രൂഷകൾ എന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാൻ പറ്റും? അൻപു ഇല്ലം, ആൻ അബോർഡ് ഓഫ് ലവ്. അൻപു ഇല്ലത്തിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന, അല്ലെങ്കിൽ എല്ലാവരാലും അവഗണിക്കപ്പെടുന്ന മാനസിക രോഗികളായ അനാഥരായ മക്കളെ മാത്രമേ അൻപുല്ലത്തിൽ എടുക്കത്തുള്ളൂ. വഴി കാണുന്ന മക്കളെ, അങ്ങനെ ജട കെട്ടി തീർത്ത മോശമായ അവസ്ഥയിലൊക്കെ കഴിയുന്ന മക്കളൊക്കെയാണ് അൻപുല്ലത്തിൽ വരുന്നത്. പക്ഷെ അൻപുല്ലത്തിലെ ഏറ്റവും വലിയ മെഡിസിൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ശക്തിയാണ്, ഞങ്ങളുടെ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാണ്. ഞങ്ങൾ മക്കളൊന്നും ബലിയർപ്പിക്കാൻ വരത്തില്ല, പക്ഷേ ഞങ്ങൾ 5 പേരടങ്ങുന്ന ഞങ്ങളുടെ ടീമുണ്ട്. ആ ടീം പരിശുദ്ധ കുർബാന അർപ്പിച്ച് അവരെ സ്നേഹിക്കാൻ ഇറങ്ങും. ഞങ്ങളാരെയും, മക്കളെ ആരെയും പേടിപ്പിച്ചോ ഭയപ്പെടുത്തിയോ ഒന്നും ചെയ്യാറില്ല. പക്ഷേ
ഇവിടെ വന്നതിൽ വളരെ റെയറായിട്ട് മാത്രമേ മക്കൾ അഗ്രസീവ് ആകുന്നുള്ളൂ. വളരെ അഗ്രസീവായ മക്കളും വളരെ പ്രശ്നക്കാരായ മക്കളും ഒക്കെയാണ്. പക്ഷെ വളരെ റെയറായിട്ടേ അത് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ദൈവം ഞങ്ങൾക്ക് കൃപ തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നു. അവിടെയുള്ള മക്കൾ പലതരത്തിലുള്ള മക്കളുണ്ട്. തെരുവിൽ കഴിഞ്ഞ് എല്ലാ തരത്തിലും ഒരു അനുഭവം പറയാം. ചെങ്കോട്ടയിൽ ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു. ആ സ്ത്രീ ആൻറ്റി സോഷ്യലായ ആളുകളെ അവരെ ഉപദ്രവിച്ച് അവർക്ക് മനുഷ്യനോട് ആണുങ്ങളോട് പറയുന്നവരോട് വെറുപ്പായിട്ട് ചെടയെല്ലാം പെട്ട് വളരെ ശരിയായ രീതി വസ്ത്രധാരണം നടത്താതെ കഴിയുന്ന ഒരു സ്ത്രീ. അവർ രാത്രിയിലും പകലും എല്ലാം ടൗണിൽ കിടക്കുന്ന റോഡിൽ കിടന്ന് ജീവിക്കുന്ന ഒരു സ്ത്രീ. അവരുടെ അടുത്ത് ഞാൻ ആദ്യം അവരെ സമീപിച്ചപ്പോഴത്തേക്ക് അവരെന്നെ കല്ല് വെച്ചെറിഞ്ഞു. ഒരു ദിവസം ചോറ് കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് അവർ ആ ചോറ് കൊണ്ടുവന്ന് എൻ്റെ മുഖത്ത് പൊത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ പതുക്കെ അവരും ഞാനും തമ്മിൽ നല്ല സൗഹൃദത്തിലായി. ഒരു ചായ വാങ്ങിച്ചു കൊടുത്തു. ഞാനും ഒരു ചായ കുടിച്ചു, വട കഴിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവരുടെ കൈകളിൽ തൊട്ടുകൊണ്ട് ഞാൻ ചോദിച്ചു, അക്ക 5 വർഷം മുന്നാടിയായി എനിക്ക് കളഞ്ഞു പോയ എന്നോട് അക്കാവല്ലേ എന്ന് ചോദിച്ചു. വെറുതെ പറഞ്ഞതാ, വെറുതെ ഒന്ന് പറഞ്ഞ. അപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു വീഴാൻ തുടങ്ങി. ആ അക്കായ ഉടനെ സിസ്റ്റേഴ്സിനെ വിളിച്ചു, എൻ്റെ കൂടെ വരാൻ റെഡിയായി. ഫോർമാലിറ്റികളൊക്കെ പൂർത്തീകരിച്ച് അവരെ അൻപൂലത്തിലായി. ഇന്നിപ്പോൾ അൻപൂലത്തിൽ വളരെ ഹാപ്പിയായിട്ട് അൻപൂലത്തിൽ ഞങ്ങളുടെ കൂടെ കഴിയുന്നു. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ. എത്രയോ മക്കളാണ് സൗഖ്യപ്പെട്ട് തിരിച്ചു പോകുന്നത്. അൻപൂലം കരുന്ന സ്ട്രീറ്റിൽ കഴിയുന്ന മക്കളൊന്നും മാത്രമല്ല, ചെറിയവരിൽ ഒരുവരായ മക്കളെ കാണാതെ സഭ ചെയ്യുന്നതും ചെയ്യേണ്ടതും നാളെ എല്ലാം ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ ചെറിയ മക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലല്ല. അതുകൊണ്ടാണ് പ്രളയബാധിത സമയത്തൊക്കെ സഭയുടെ ആ ഒഴുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടതാണ്. അപ്പം അതിനായിട്ട് വ്യക്തികളെയും സമൂഹത്തെയും പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് സഭയുടെ നമ്മുടെ മുമ്പിലുള്ള ചലഞ്ച്. അതിനൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് ദൈവസ്നേഹത്തിൻ്റെ വലിയ അനുഭവം നമ്മൾ അനുഭവിച്ചറിയുക എന്നത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അൻപുയില്ലം എന്ന് പറയുന്നത് അച്ഛൻ്റെ ഇന്നതൊരു സ്വന്തം ഭവനമാണ്, അച്ഛൻ്റെ ജീവനാണ്, അച്ഛൻ്റെ ജീവിതമാണ്. കാരണം അതെല്ലാം അച്ഛൻ്റെ വാക്കുകളിൽ വളരെ ഹൃദ്യമാണ്. അച്ഛൻ മുമ്പ് ആദ്യ എപ്പിസോഡിലൊക്കെ പറഞ്ഞപ്പോഴും ഒക്കെ ഈ പറയുന്നത് ഇത് വെറുതെ ഒരു സാമൂഹ്യ പ്രവർത്തനമല്ല. ധാരാളം സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ MCBS സഭാംഗമായ രാജേഷ് വൈലങ്കൽ അച്ഛൻ ചെയ്യുന്നത് എന്താണ് ഒരു സാമൂഹിക പ്രവർത്തനത്തിൽ നിന്ന് വ്യത്യസ്തമാകും? സഭാ സമൂഹത്തിലാണേലും നമ്മുടെ സെക്കുലർ കാര്യങ്ങളിലാണേലും സാമൂഹ്യ പ്രവർത്തനം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സഭാ സമൂഹത്തിൽ പറയാറുണ്ട് സാമൂഹ്യ പ്രവർത്തനം. എനിക്ക് വിയോജിപ്പുള്ള ഒരു കാര്യവും നമ്മൾ തിരുത്തേണ്ടതായ കാര്യവും സോഷ്യൽ വർക്ക് എന്നുള്ള പേര് തന്നെ നമുക്ക് ആവശ്യമില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് ഈശോ പഠിപ്പിച്ചത്. അതിനെ നമ്മൾ സെക്കുലർ വിദ്യാഭ്യാസത്തിൻ്റെ ടൈമിൽ ഒരു പക്ഷേ പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. പക്ഷേ അപ്പോൾ അപകടമുണ്ട്. സെക്കുലറിസമാണ് സഭയുടെ പ്രധാനപ്പെട്ട പ്രശ്നമാകുന്നത്. സഭ ആത്മീയമാണ്. അതുകൊണ്ട് തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളില്ലാതെ സഭയില്ല. പാവങ്ങളോടുള്ള കരുണയും സ്നേഹവും പാവങ്ങളോടല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, മറിച്ച് ഈശോയെ ശുശ്രൂഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് മേഖലയിലാണേലും ഈ ചെറിയവരിൽ ചെയ്യുന്നത് എനിക്ക് തന്നെയാണ്. അന്തിമ വിധി നാളിന് മുമ്പ് കർത്താവ് പറയുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എനിക്ക് വിശന്നോ, നീ ഭക്ഷിക്കാൻ തന്നോ? എനിക്ക് ദാഹിച്ചു, നീ കുടിക്കാൻ തന്നോ? ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ചെറിയ മക്കളെ കാണാതെ സുവിശേഷം പൂർണ്ണമാകില്ല. സുവിശേഷത്തിൻ്റെ അഗ്നി നമ്മുടെ ഉള്ളിൽ ആളിക്കത്തുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പുറത്തേക്ക് ഒഴുകണം. അത് പുറത്തേക്ക് ഒഴുകുമ്പോൾ ആദ്യം പോകേണ്ടത് നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ അടുത്തേക്കോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന സമ്പന്നരായ ആളുകളുടെ അടുത്തേക്കോ അല്ല, മറിച്ച് ഏറ്റവും അവഗണിക്കപ്പെട്ടവരുടെ അടുത്തേക്ക്, ഇല്ലായ്മക്കാരുടെ ഇടയിലേക്ക്, അവിടേക്ക് വേണം സഭ ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി. ഇത് പറയുമ്പോൾ തന്നെ അൻപുല്ലം, ഞാൻ അൻപുല്ലത്തെ സ്നേഹിക്കുന്നു, ആ മക്കളെ സ്നേഹിക്കുന്നു. അപ്പോൾ തന്നെ എൻ്റെ അധികാരികൾ പറയുക, ഇന്ന് അൻപുല്ലത്തിലെ പരിപാടി സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പം സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഞാൻ പക്ഷേ എവിടെയായിരിക്കുന്നു, പ്രൊവിൻഷ്യൽ ഹൗസിലാണ് അല്ലെങ്കിൽ എന്നെ ജനറേറ്റ് ഹൗസിലാണ് ഇടുന്നെങ്കിൽ അവിടെ നിന്നുകൊണ്ട് എൻ്റെ സഭ ഞാനെടുത്ത അനുസരണ വ്രതത്തിൻ്റെ ശക്തിയിൽ വ്യാപരിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുക തന്നെ ചെയ്യും. പ്രാർത്ഥനയിലായിരുന്നാൽ തന്നെയും ഈ റീച്ച് ഔട്ടുണ്ട്. നമുക്ക് കൊച്ചുറഹസ്യ പുണ്യവതി ആ റീച്ച് ഔട്ട് ഏറ്റവും വ്യക്തമായി ചെയ്ത ആളാണ്, പ്രാർത്ഥനയിലൂടെ ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ ടു ബി വിത്ത് ഹിം, ടു ബി റീച്ച് ഔട്ട്.
വളരെ മനോഹരം അച്ഛാ. ഒരുപക്ഷെ ഇന്ന് നമ്മളുടെ ഇത്തരത്തിലൊരു വിശ്വാസത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത മറ്റു അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസത്തിൻ്റെ നമ്മൾ പറയുന്ന ഒരു രീതി മനസ്സിലാവാത്ത ധാരാളം ക്രൈസ്തവരായിട്ടുള്ള ആളുകളും അലോകത്തിലെ ആളുകളൊക്കെ ധാരാളം നന്മകൾ സോഷ്യൽ വർക്കിലൂടെ ചെയ്യുന്നുണ്ട്, സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊട്ടും മോശമല്ല, അതിനെ കുറച്ച് കാണുകയല്ല. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ അച്ഛൻ ചെയ്യുന്നതിൻ്റെ ഒരു മനോഹാരിത അച്ഛൻ്റെ ഹൃദയത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വളരെ ക്ലിയർ ആകുന്നത് ഇത് വെറുതെ ഒരു സാമൂഹ്യ പ്രവർത്തനമല്ല, വെറുതെ ഒരു സഹായമല്ല, വെറുതെ ഒരു നന്മയല്ല, മറിച്ച് മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് സഹായിക്കുന്നതാണ്. അതാണ് ഇതിൻ്റെ ബലം, അതാണിത് മടുക്കാത്തത്, അതാണ് ഇതിന് പരാതിയില്ലാത്ത ഒരു ശുശ്രൂഷയ്ക്ക് കാരണമാകുന്നതും. ഏറെ സന്തോഷമുണ്ട് അത്തരത്തിലൊരു ബോധ്യം അച്ഛൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഈശോ നമുക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. ഈശോ നമുക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. ഈശോയുടെ ബലിയുടെ അനുഭവമാണ് പരിശുദ്ധ കുർബാന. അതിൽ നിന്ന് വേണം സ്നേഹം എന്തെന്ന് നമ്മൾ അറിയാൻ. അങ്ങനെ അറിഞ്ഞാൽ നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ 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 തന്നെ ബലി കഴിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ജീവൻ തന്നെ ബലി കഴിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഈ വാക്കുകൾ സ്നാപക യോഹന്നാൻ്റെ നമ്മുടെ യോഹന്നാൻ സുവിശേഷകൻ്റെ ഈ വാക്കുകൾ അത് വളരെ വ്യക്തമാണ്. അത് ക്രിസ്ത്യാനിറ്റിയുടെ കാമ്പാന്ന് ഞാൻ കരുതുന്നു. അത് തന്നെയാണ് പരിശുദ്ധ കുർബാനയുടെ സന്ദേശം. സിനോപ്റ്റിക്കൽ ഗോസ്പലിൽ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറയുന്നു. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ നിങ്ങൾക്കൊരു മാതൃക തന്നിരിക്കുന്നു, നിങ്ങൾ അതുപോലെ ചെയ്യാൻ പറയുന്നു. ഒരിടത്ത് പരിശുദ്ധ കുർബാന ആഘോഷിക്കാൻ പറയുന്നു, വേറെടുത്ത് പറയുന്നു പരിശുദ്ധ കുർബാന ജീവിക്കാൻ പറയുന്നു. പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും ആഘോഷിക്കുകയും അത് ജീവിക്കുകയും ചെയ്യുക. അതാണ് എല്ലാ ക്രിസ്ത്യാനിയുടെയും എല്ലാ കാതലിക്കിൻ്റെയും നമ്മളെല്ലാം ചെയ്യേണ്ട കാര്യം. ഈ ഒരൊറ്റ കാര്യം മതി, ഈസിയാണ് നമുക്ക് ജീവിക്കാൻ വേണ്ടി. ഞാൻ സന്തോഷിക്കുന്നു. തീർച്ചയായിട്ടും അച്ഛൻ ഒരുപക്ഷെ അച്ഛൻ പറയും ചെങ്കോട്ടയിലേക്ക് വന്നിട്ട് ഒരു വർഷം എത്ര നാളായി? 3 വർഷം, 2.5 വർഷം, 2 വർഷം കഴിയും ചെങ്കോട്ടയിലേക്ക് വന്നിട്ട്. അതിനു മുമ്പ് അച്ഛൻ ഏകദേശം ഒരു വർഷത്തോളം അടുത്ത സമയം ഒരു ഇടവകയിൽ അസിസ്റ്റന്റ്, പാലാരിവട്ടം പള്ളിയായിരുന്നു, എറണാകുളത്ത് പാലാരിവട്ടം പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായിരുന്നു. ഒരു ഇടവകയിലെ ശുശ്രൂഷകൾ ഒരു വൈദികനായിട്ടുള്ള ആദ്യത്തെ ശുശ്രൂഷയായിരുന്നു. ഈ ഇടവക എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് അച്ഛാ? ഈ ഇടവകയിലെ ശുശ്രൂഷകൾ എന്താണ് അച്ഛന് സമ്മാനിച്ചത് ബോധ്യങ്ങൾ? കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പള്ളികളിൽ ഒന്നാണ് പാലാരിവട്ടം പള്ളി. അവിടുത്തെ ആളുകൾ എറണാകുളത്തായതുകൊണ്ട് കുറച്ച് സമ്പന്നരെന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, വെറും സമ്പന്നർ മാത്രമല്ല, വിദ്യാസമ്പന്നരും നല്ല രീതിയിൽ എല്ലാ തരത്തിലും റിച്ച്നെസ് ഉള്ളവരാണ്. ആധ്യാത്മികമായിട്ടാണെങ്കിലും റിച്ച്നെസ് വളരെയേറെ ഉള്ള ഒരു നല്ല സമൂഹമാണ്. അതുപോലെ ആ ഇടവകയെക്കുറിച്ച് ഓർക്കുമ്പം എനിക്ക് നല്ലൊരു അഭിമാനമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും ഒക്കെ സമർപ്പിക്കുന്ന ഒരുപാട് മനുഷ്യരവിടെ ഉണ്ട്, ആ ഇടവകയിലുണ്ട്. കാര്യം കേരളത്തിലെ മറ്റ് ഇടവകളുമായിട്ട് വെച്ച് നോക്കിയാൽ പോലും അതിൻ്റെ റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കും. അതുപോലെ തന്നെ അതിനെ ചുറ്റുവട്ടം നിന്നുകൊണ്ട് തന്നെ അവിടെ തന്നെ നല്ല ജീസസ് യൂത്ത് സഹോദരങ്ങളും ഒക്കെ, ഞാൻ പറയാമല്ലോ, ഞങ്ങളുടെ പോലീസ് ബാബു ചേട്ടനൊക്കെ അവിടെ ഒരു ഇടവക്കാരനാണ്. അപ്പം സഹോദരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്ന് വലിയ ഇതുള്ളവരുമാണ് അവിടെ. അതുപോലെ തന്നെ എൻ്റെ അനുഭവം, എൻ്റെ ഇടവക രീതിയിൽ അച്ഛനെ എങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ, എനിക്കൊരു ഗ്രീൻ സോണായിരുന്നു അത്. ഞാൻ അവർക്ക് വികാരിച്ചനായിരുന്നു, ഞാൻ അവർക്ക് അസിസ്റ്റന്റ് വികാരിയായിരുന്നു എന്നതിൽ ഒക്കെ ഉപരിയായിട്ട് ഏറ്റവും വലിയ കാര്യം എനിക്ക് മനയമ്പള്ളി എൻ്റെ വികാരിച്ചൻ്റെ സൗഹൃദം ആസ്വദിക്കാൻ പറ്റി. അതിലൂടെയുള്ള ദൈവസ്നേഹ അനുഭവം അനുഭവിച്ചറിഞ്ഞു, പരിശീലിച്ചു. പിന്നെ അതിലുപരിയായിട്ട് ആ ജനം പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ തന്ന ചില ഉൾക്കാഴ്ചകളും മാതൃകകളുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തെ. അപ്പം പക്ഷേ എങ്കിലും ഞാൻ ഗ്രീൻ സോണായിരുന്നു. ഗ്രീൻ സോൺ അല്ല എൻ്റെ ജീവിതം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഗ്രീൻ സോൺ വിട്ടിറങ്ങുക തന്നെ ആവശ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഗ്രീൻ സോണിലല്ല, പാലാരിവട്ടത്തെ AC റൂമില്ല, പാലാരിവട്ടത്തിലെ കൊച്ചച്ഛനായിരിക്കുമെന്ന് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇച്ചിരി വിവേകത്തോടെ പോയാൽ ആ ജനം നല്ലതായിട്ട് കൊണ്ടുപോകും. അപ്പം തീർച്ചയായിട്ടും അതിൽ നിന്ന് ഇവിടെ ആയിരിക്കുമ്പോഴും അവരിൽ ചിലരൊക്കെ എന്നെ സഹായിക്കാറുമുണ്ട്. ഏറെ സന്തോഷം അച്ഛാ. ഞാൻ അച്ഛനോട് വളരെ വ്യത്യസ്തമായ മറ്റൊരു ചോദ്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഇന്ന് ദൈവവിളി തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപക്ഷെ സ്ത്രീകളുടെ ഇടയിലുള്ള സന്യസ്ത ദൈവവിളികൾ കുറയുന്ന സാഹചര്യം കുറച്ചുകൂടി ഉണ്ട്. പക്ഷേ വൈദിക ദൈവവിളികൾ കുറയുന്നു എന്നില്ല, പക്ഷേ കൂടുതൽ ദൈവവിളികൾ ആവശ്യമുണ്ട്. അത്തരമൊരു തലത്തിൽ അച്ഛൻ്റെ ഈ ഒരു ജീവിതത്തിൻ്റെ 2 വശവും കാണാൻ ഭാഗ്യം ലഭിച്ചൊരു വൈദികനാണ്.
ഒരുപക്ഷെ 29 വയസ്സ് വരെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ ജീവിക്കാൻ സാധിച്ചു. അതിനുശേഷം ഒരു വൈദിക ജീവിതത്തിലെത്തി. വളരെ ആഴമുള്ള വ്യത്യസ്തമായ ഒരു യുണീക്കായ ദൈവവിളിയിലൂടെയാണ് അച്ഛൻ ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നത് പോലും. എന്താണ് ദൈവവിളിയെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട്, കുടുംബങ്ങളോട് അച്ഛന് പറയാനുള്ളത്? എനിക്ക് തമ്പുരാൻ തന്ന ദൈവവചനം, ആദ്യ വചനം തന്നെ ദൈവവിളി സ്വീകരിക്കാൻ ഇരിക്കുന്നവരോട് പറയാനുള്ളതും ദൈവവിളിയെ പരിപോഷിക്കാൻ ഇരിക്കുന്നവരോടും പറയാനുള്ള ഭയപ്പെടേണ്ട എന്ന കർത്താവിൻ്റെ വചനമാണ്. ഭയപ്പെടേണ്ട എന്ന്. കാര്യം നമ്മളെ ഏറ്റവും മനോഹരമാക്കാൻ കർത്താവിന് സാധിക്കും. അത് ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടി ദൈവവിളി സ്വീകരിച്ചു അച്ഛനായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏതാണ്ടൊക്കെ നഷ്ടപ്പെടുത്തുകയാണെന്നുള്ളൊരു വിചാരമാണ് ഈ ലോകത്തിൻ്റെത്. ഏതാണ്ടൊക്കെ നഷ്ടപ്പെടുത്തുക, ഏതാണ്ടൊക്കെ ഇല്ലാതാകുക, അവന് എന്തൊക്കെയോ കുറവുകളിലൂടെ കടന്നു പോവുകയാണെന്ന് ഈ ലോകത്തിൻ്റെ വിചാരമെങ്കിൽ, നമ്മളെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി, നമ്മളെ കൂടുതൽ തേജസ്സുള്ളതാക്കാൻ വേണ്ടി, നമ്മളെ കൂടുതൽ ശക്തിമത്താക്കാൻ വേണ്ടി ദൈവവിളിക്ക് സാധിക്കും. കർത്താവ് വിളിച്ചെങ്കിൽ സാധിക്കും. അത് കർത്താവാണ് വിളിച്ചത്, കർത്താവ് മാത്രമാണ് വിളിച്ചത്, മനുഷ്യനല്ല വിളിച്ചത്. അതുകൊണ്ട് അവൻ കൂടെ സമർപ്പിച്ചാൽ, അവൻ കൂടെ സമർപ്പണം നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം ഇടപെടുകയും ദൈവം മനോഹരമാക്കുകയും ചെയ്യും. ഈ ലോകത്തിന് മുമ്പിൽ ഇന്ന് ഞാൻ ദൈവവിളി സ്വീകരിക്കുമ്പോൾ എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള ഒരാൾ ദൈവവിളി ഉപേക്ഷിച്ചിട്ട് പോകുക. ആ സമയത്ത് ദൈവവിളി ഉപേക്ഷിച്ച ഒരു 10 പേരോടെങ്കിലും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, എന്നെ ദൈവം വിളിച്ചിരിക്കുന്നു. അത് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു ഞാൻ മനസ്സിലാക്കിയ കാര്യമുണ്ട്. എൻ്റെ വിളിയുടെ ശക്തി എന്നാന്ന് എനിക്ക് മനസ്സിലായി. ഇന്നാണ് ഏറ്റവും ശക്തമായ നല്ല ദൈവവിളികൾ, കരുത്തുറ്റ ദൈവവിളികൾ ഉയർന്നു വരാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഒരു സമയമായത്. ഒരു തരത്തിലുമുള്ള പ്രതിബന്ധങ്ങൾ, അത് വൈദികരുടെ ഇടത്തിലുള്ള നെഗറ്റീവോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ വഴിയുള്ള നെഗറ്റീവോ എന്ത് തന്നെയുമാകട്ടെ, ചവിട്ടി കൊടുക്കും തോറും വീണ്ടും കിളുത്ത് കരുത്താർജിച്ച് വളരുന്ന വാഴ ചെടി പോലെ, വഴക്കെന്ന് പോലെ. ഇന്നാണ് ദൈവവിളിക്ക് ഏറ്റവും ബെസ്റ്റ് സമയം. ഏറ്റവും ബെസ്റ്റ് സമയവും നല്ല വൈദികരെ ഇന്നുണ്ട് ഇഷ്ടം പോലെ നമുക്ക് കിട്ടുകയും ചെയ്യും. ദൈവം ആഗ്രഹിക്കുന്നു അത്, നല്ല കരുത്തുറ്റത് ജോഷുവയെ പോലെ കരുത്തരായ വൈദികരുണ്ടാകാൻ വേണ്ടി. അച്ഛാ, ഞാൻ വളരെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ന് വൈദികനായി 3 വർഷം കഴിയുമ്പോൾ അമ്മച്ചിയുണ്ട്, പെങ്ങളും കുടുംബമുണ്ട്. ഈ വൈദികനായ സഹോദരനെ അവരെങ്ങനെ കാണുന്നു? എന്തുമാത്രം കുടുംബത്തിന്, അച്ഛനും പരസ്പരം നിങ്ങളുടെ ബന്ധത്തിൽ അതെന്തുമാത്രം വലിയൊരു ഭാഗ്യമാകുന്നു? എൻ്റെ മമ്മിയോട് ഞാൻ അച്ഛനാകാൻ പോവുകയാണെന്ന് പറയാൻ വേണ്ടി തന്നെ ഞാൻ 1 വർഷം എടുത്തിട്ടുണ്ട്. മമ്മിയെ കൊണ്ട് പലതരത്തിലുള്ള കൗൺസിലിംഗ്, ഈവൻ സൈക്കോളജി കൗൺസിലിംഗ് പോലും മമ്മിയെ കൊണ്ട് നടത്തിയിട്ടുണ്ട്. മമ്മിയെ വിട്ട് പിരിയാൻ എനിക്ക് പറ്റത്തില്ല. കാര്യം അത്രമാത്രം എൻ്റെ മമ്മിയോട് കാര്യം മമ്മിക്ക് അസുഖം വന്നതിന് ശേഷം എൻ്റെ പെങ്ങൾ പോലും ഇല്ല, അച്ചാച്ചനും മരിച്ചു. പിന്നെ ആണിൻ്റെയും പെണ്ണിൻ്റെയും എല്ലാം ജോലി ചെയ്ത് എൻ്റെ മമ്മിയെ നോക്കിയ ഞാനാണ്. ഒരേ സമയം എനിക്ക് മമ്മിയും മകളുമാണ്. അത് അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള എൻ്റെ മമ്മിയെ വിട്ടിട്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. നല്ല സങ്കടമായിരുന്നു. മമ്മിയെ തലേദിവസം അതിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞാൽ, തലേദിവസം മുഴുവൻ മമ്മിയെ അഭിമുഖീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം സെമിനാരി കയറുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ചെത്തിപ്പുഴ സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിൽ പ്ലാപ്പറമ്പിലച്ഛനാണ് അവിടുത്തെ ആ സമയത്ത് പള്ളിയിൽ പോയിരുന്ന് ഞാൻ രാത്രി ദിവ്യകാരുണ്യ ആരാധന ഇരിക്കുന്ന സ്ഥലത്ത് ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. വൈകിട്ടായി 9 മണിയായപ്പോഴത്തേക്ക് തിരിച്ചു പോരുമ്പോഴത്തേക്ക് ഒരു ബൈക്കിനാണ് പോരുന്നത്. ആ ബൈക്ക് എന്നൊരു ഓടയിലൊക്കെ വീഴുന്നുണ്ട്. എന്നാലും എനിക്കൊന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിക്കാതെ തമ്പുരാനിൽ ആശ്രയിച്ച് തന്നെ പോകുന്നു. പക്ഷേ വിഷമം നന്നായിട്ടുണ്ട്. പക്ഷേ ഉപേക്ഷിക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ കർത്താവിനെ വിളിച്ചിരിക്കുന്ന സത്യം, തിരിച്ചറിവ്. പക്ഷെ എനിക്കിപ്പോൾ പറയാൻ പറ്റും, എൻ്റെ മമ്മിക്ക് സന്തോഷമായിരിക്കും, ഒരുപാട് സന്തോഷമായിരിക്കും. ഞാനും മമ്മിയും അയലോകത്തെ അമ്മച്ചിയും കൂടി നിൽക്കുകയാണെങ്കിൽ, നാളുകളായിട്ട് കാണാത്ത ഞാൻ, 2 വർഷമായിട്ട് കാണാത്ത ഞാൻ ആദ്യം ആ അമ്മച്ചിയുടെ അടുത്തോട്ടാണ് പോകത്തുള്ളൂ. അത് കാണുമ്പോൾ മമ്മിക്ക് വിഷമമുണ്ടാകും. ഞാൻ കരുതുന്നില്ല, മമ്മിക്ക് സന്തോഷം ഉണ്ടാകത്തുള്ളൂ. മമ്മിക്ക് വിഷമമുണ്ട്. മമ്മി അത്രമാത്രം മമ്മിയും പ്രാർത്ഥനാനുഭവത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒരുപാട് സന്തോഷമുണ്ട്. മമ്മിക്കും സന്തോഷമായിരിക്കും.
എൻ്റെ സഹോദരിക്കും സന്തോഷമായിരിക്കും, അവരുടെ കുടുംബത്തിനും സന്തോഷമായിരിക്കും. താങ്ക് യു അച്ഛ, ഏറെ സന്തോഷം. അച്ഛൻ്റെ ഈ 2 എപ്പിസോഡിലെയും ഏറ്റവും വലിയ 2 കാര്യങ്ങൾ എന്താണെന്നറിയൂ. ഒന്ന്, വിശുദ്ധ കുർബാനയെ നെഞ്ചോട് ചേർത്ത് വെച്ച അത്രയും ബോധ്യമുള്ള തീഷ്ണതയാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ കരുത്ത്. 2, വേദനിക്കുന്നവരിലേക്കും പാവങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാനയുടെ കാതൽ പോലെ തന്നെ മുറിച്ച് നൽകാനുള്ള അച്ഛൻ്റെ ഒരു സന്മനസ്സാണ്. ബലി അർപ്പിക്കുക, ബലി ജീവിക്കുക, ബലിയായി മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള അച്ഛൻ്റെ ബോധ്യം ഇനിയും അച്ഛനെ മുൻപോട്ട് നയിക്കട്ടെ. രാജേഷ് അച്ഛ, ഒരുപക്ഷെ ഏറെ അഭിമാനമുണ്ട്. ജീസസ് യൂത്ത് മുന്നേറ്റത്തിലൂടെ വളർന്ന് 29ാമത്തെ വയസ്സിൽ വൈദിക പരിശീലനത്തിന് പോയി ഒരു വൈദികനായി ഇന്ന് പാവങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നു എന്നറിയുന്നതിൽ ഇനിയും അച്ഛന് എന്നും പാവങ്ങളോട് കരുതലുള്ള, സഭയോട് വിധേയത്വമുള്ള, MCBS സഭയുടെ ഒരു കരുത്തനായ ദിവ്യകാരുണ്യവാഹകനായി എന്നും ജീവിക്കാൻ ഇടവരട്ടെ. ശാലോമിലെ ജോഷുവ പ്രോഗ്രാമിലെ 2 എപ്പിസോഡിലെയും ഹൃദയം നിറഞ്ഞ പങ്കുവയ്ക്കലുകൾക്ക് നന്ദി. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വല